എന്റേതു മാത്രം. രചന ആമിന. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഇന്നത്തോടെ ഞാൻ നിന്നെ സ്വന്തമാക്കിയേനെ. നശിച്ച സമയത്ത് എനിക്ക് വരിക്കാൻ തോന്നിയത്. അതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു. ആളുടെ റൂമിലേക്ക് നോക്കി പറഞ്ഞു. അവൻ നടന്നു ആരുടെയോ ദേഹത്ത് വന്ന് തട്ടി. പെട്ടെന്ന് അവൻ മുന്നിലേക്ക് നോക്കി. മോനെന്താ ഇവിടെ കിടന്നില്ലേ ഇതുവരെ? കാലത്ത് എഴുന്നേക്കണ്ടേ? അവനെ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ട് പോവാൻ. മതി മതി, എനിക്ക് മനസ്സിലായി. എന്നാ പിന്നെ മോൻ പൊക്കോ. അവനോട് അതും പറഞ്ഞ് ഗിരി പോയതും അവൻ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി. എന്താടാ പോയിട്ട്? എന്താവൻ ഒന്നും ആയില്ല, നീ വന്നേ, നമുക്ക് രണ്ടടിച്ചിട്ട് വരാം. സന്ദീപിനെ വിളിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു. ഞാനത് പറയുന്ന വാ. സന്ദീപ് വണ്ടിയെടുത്ത് കാർത്തി വണ്ടിയിൽ കയറി നേരെ ബാറിലേക്ക് വിട്ടു. ലച്ചു റൂമിൽ നിന്ന് ഡ്രസ്സ് എടുത്ത് ബാത്റൂമിൽ കയറാൻ തുടങ്ങുമ്പോഴാണ് ഗിരി അവിടേക്ക് ചെന്ന് അച്ഛനെ കണ്ട് അവൾ അടുത്തേക്ക് വന്നു. നിന്റെ ഫോണാ താഴെ ഇരുന്ന് ബെല്ലടിക്കുന്നുണ്ട്, ഞാൻ എടുത്തുകൊണ്ട് വന്നാ. അച്ഛൻ അവൾക്ക് ഫോൺ നീട്ടിക്കൊണ്ട് പറഞ്ഞു. ഈ സമയത്ത് ആരാ അച്ഛൻ വിളിച്ച്? അറിയില്ല മോളെ, എടുത്തിട്ടൊന്നും കേൾക്കുന്നില്ല. നിന്റെ വല്ല കൂട്ടുകാരാവും, എന്റെ സൗണ്ട് കേട്ട് മിണ്ടാത്തതായിരിക്കും. മോളൊന്ന് വിളിച്ചു നോക്ക്, അച്ഛൻ താഴേക്കല്ലട്ടെ. അച്ഛൻ അത് പറഞ്ഞു പോയതും ലച്ചു ഫോണിലെ നമ്പർ നോക്കി. ഇതാര പരിചയമില്ലാത്ത നമ്പര്? വന്നിട്ട് വിളിക്കാം. അവൾ ഫോൺ ബെഡിലിട്ട് ബാത്റൂമിൽ കയറി ഫ്രഷായി ഇറങ്ങി. ബാത്റൂമിൽ ഇറങ്ങിയതും ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. അവൾ എടുത്തു നോക്കിയതും കുറച്ചു മുമ്പ് കണ്ട നമ്പർ കണ്ട് അവൾ കോൾ അറ്റൻഡ് ചെയ്തു. അപ്പുറത്തുനിന്ന് പറയുന്ന കേട്ടതിൽ വെച്ച് ദേഷ്യത്തിൽ കോൾ കട്ട് ചെയ്തു. വീണ്ടും ഫോൺ ശബ്ദിക്കുന്ന സൗണ്ട് ഇട്ട് വെച്ച് ഫോൺ എടുത്തു. താനിക്ക് എന്താണോ വേണ്ടത്? ഇന്നും നിലയിൽ തുടങ്ങിയല്ലോ താനിത്. ഇനി എന്റെ ഏട്ടനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാലേ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. നീ കംപ്ലൈന്റ് ചെയ്താലും കുടുങ്ങുന്നത് നിന്റെ കാർത്തിക് തന്നെ ആയിരിക്കും. നാളെ നീ അവൻ തമ്മിൽ വിവാഹം നടക്കാൻ പോയെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി അങ്ങോട്ടുള്ള നിന്റെ ജീവിതം നരകമായിരിക്കും. ഇതെന്റെ മുന്നറിയിപ്പാ. നിന്റെ ജീവിതം എങ്ങനെ വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പക്ഷെ ഞാൻ പറഞ്ഞ സത്യ, നീ കാണുന്ന, നീ മനസ്സിലാക്കിയ കാർത്തിക്കിന് മറ്റൊരു മുഖമുണ്ട്. അതൊരിക്കലും നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഒന്നായിരിക്കും. ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിന്നോട്. അന്നൊക്കെ നീ അത് കേട്ടിട്ടില്ല. അവൻ പറഞ്ഞതായിരുന്നു നിന്റെ സത്യം. പക്ഷേ അവസാനമായി പറയുക, അവൻ നീ കരുതുന്ന പോലെ ഒരാളല്ല. നിനക്ക് മുന്നിൽ രക്ഷപ്പെടാൻ ഇന്നൊരു രാത്രി മാത്രമേ ഉള്ളൂ. നിർത്തണോ? താൻ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാനതൊക്കെ വിശ്വസിച്ച് ഏട്ടനെ അവിശ്വസിക്കുന്നത് എനിക്ക് തോന്നിയോ? എന്നാൽ തെറ്റിപ്പോയി. നിനക്ക് എൻ്റെ ഏട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല. നീയും ഏട്ടനും തമ്മിൽ ശത്രുതയുണ്ടാവും. അത് ഏട്ടനോട് പറഞ്ഞാ. നീ ഇനി എന്ത് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കാൻ പോകുന്നില്ല. ഇനി ഏട്ടനെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയാ ഞാൻ ഏട്ടനോട് പറയും. ലച്ചു ദേഷ്യത്തിൽ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. താൻ പറഞ്ഞാലും എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. നിന്റെ ജീവിതം, നിന്റെ ഭാവി എല്ലാം ഇന്നൊരു രാത്രി കൊണ്ട് അവസാനിക്കും. അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ പെണ്ണല്ലേ നീ. ഒരുപാട് പെൺകുട്ടികളെ സ്നേഹം നടിച്ച് വലയിൽ വീഴ്ത്തി അവന്റെ ആവശ്യം കഴിഞ്ഞ് കടന്നുകളഞ്ഞ ചെറ്റയാണ് അവൻ. അവൻ കാരണം മരിച്ചത് 1-2 പെൺകുട്ടികളല്ല. അവന്റെ പണത്തിന്റെ സ്വാധീനത്തിൽ നിയമത്തിന്റെ കണ്ണു മൂടിക്കെട്ടാൻ അവന് കഴിഞ്ഞേക്കും. എന്നാൽ ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ട്. അവിടെ ആർക്കും മാപ്പില്ല. ഇന്നല്ലെങ്കിൽ നാളെ അവന്റെ എല്ലാ വൃത്തികേടും പുറത്തു വരും. അന്ന് നിനക്ക് കരയേണ്ടി വരും. നിന്റെ ജീവിതം നീയായിട്ട് നശിപ്പിക്കുക. നാളെ കഴിഞ്ഞാൽ പിന്നെ നിന്നെ രക്ഷിക്കാൻ എനിക്ക് പോലും ആവില്ല. എന്നെ രക്ഷിക്കാൻ താനാരടോ? എന്റെ ജീവിതം എങ്ങനെയെന്ന് എനിക്കറിയാം. അതിന് തന്റെ റെക്കമെൻഡേഷൻ എനിക്ക് ആവശ്യമില്ല. ഏട്ടനെ പറ്റി പറഞ്ഞു മുഴുവൻ ഒരു കള്ളം മാത്രമാ. ഒരുപാട് ശത്രുക്കളുടെ ഏട്ടന്. അത് ഇങ്ങനെ ഒരു അവസരം ചൂഷണം ചെയ്യുന്ന ഏട്ടൻ അറിയാം. അതുകൊണ്ട് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിന്റെ കെട്ടുകഥകളൊന്നും ഞാൻ വിശ്വസിക്കില്ല. ഏട്ടനെ എനിക്കറിയാം. തനിക്ക് ഒന്നും അറിയില്ല. ഇനി മേലിൽ കാര്യം പറഞ്ഞ് എന്നെ വിളിച്ചു പോകരുത്. വെയിറ്റ് കട്ടാക്കാൻ വരട്ടെ. അവസാനമായിട്ട് ഞാൻ നിന്നോടൊരു കാര്യം കൂടി പറയാം. കാർത്തിക് മാത്രമല്ല, അവന്റെ അച്ഛനും അമ്മയും വരെ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുക. അവന്റെ എല്ലാ വൃത്തികേടിനും കൂട്ടവരാ. നിന്റെ അച്ഛൻ നിനക്ക് എന്ന സ്വത്ത് മാത്രമാണ് അവരുടെ ലക്ഷ്യം. അവന്റെ ലക്ഷ്യം നിന്റെ കൂടെ ഒരു ജീവിതമല്ല, നിന്റെ ശരീരം മാത്രമാണ്. താനിനി ഒരു അക്ഷരം മിണ്ടിപ്പോകരുത്. എന്റെ വീട്ടുകാരെ എനിക്കറിയാം. സ്വത്തായിരുന്നു അവരുടെ ആഗ്രഹമെങ്കിലേ ഇതിനു മുന്നേ അവർക്ക് ആവായിരുന്നു. തനിക്ക് വീടും വീട്ടുകാരൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്. സന്തോഷവും സ്നേഹം നിറഞ്ഞൊരു വീടാണ് ഞങ്ങളുടേത്. അതിൻ്റെയൊക്കെ വില മനസ്സിലാണെങ്കിലേ നല്ല കുടുംബത്തിൽ ജനിക്കണം. പകയും ശത്രുതയും കാട്ടേണ്ട ഒരാളുടെ ജീവിതം വെച്ചല്ല. തനിക്കൊക്കെ ഒരു നല്ല ലൈഫ് പോലും ഉണ്ടാവില്ല. നിന്നെയൊക്കെ ആര് സ്നേഹിക്കാനാ? കുടുംബം തർക്കം നടക്കുമല്ലേ? ഇത്രയും നേരം ഞാൻ തന്നോട് മാന്യമായിട്ടാണ് സംസാരിച്ച്. എന്റെ വീട്ടുകാരെ കുറിച്ച് ഇനി മോശമായിട്ട് സംസാരിച്ചാ ഇത്രയും നേരം കാണിച്ച മാന്യത ഇനിയും ഉണ്ടാവില്ല. ഏട്ടൻ എന്റെ ലൈഫ് മാത്രമല്ല, എന്റെ ജീവൻ കൂടിയാ. എത്ര നാൾ ഞാൻ കാത്തിരുന്ന സ്നേഹമാണെന്നോ എനിക്ക് തിരികെ കിട്ടിയത്. അത് തന്റെ വാക്കിയിട്ട് തട്ടിക്കളയാൻ അവിശ്വസിക്കാൻ ഞാൻ മണ്ടിയല്ല. താനെന്നല്ല ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കില്ല. എന്റെ ശരി എന്റെ ഏട്ടനാ. ഇനി മേലിൽ എന്നെ വിളിച്ചു പോകരുത് ഒരിക്കലും. ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലാക്കാൻ തയ്യാറല്ലെങ്കിൽ ഇനി താൻ സ്വയം അനുഭവിച്ചുകൊള്ളുക. നഷ്ടം നിനക്ക് മാത്രമായിരിക്കും. നീ സ്വപ്നം കാണുന്ന വിവാഹം ഒരിക്കലും അവൻ സ്വപ്നം കണ്ടിട്ടില്ല. നിന്റെ എല്ലാ സന്തോഷവും ഇന്നത്തോടെ തീരാൻ പോവുക. പക്ഷെ എന്നാലാവും വിധം ഈ വിവാഹം നടക്കാതിരിക്കാൻ ഞാൻ ശ്രമിക്കും. ബൈ. അത് പറഞ്ഞ് കോളിൽ കെട്ടായതും ലച്ചു ദേഷ്യം കൊണ്ട് ഫോൺ ബെഡിലേക്ക് വലിച്ചെറിഞ്ഞു. അത് ബെഡിൽ നിന്ന് തറയിലേക്ക് വീണ് പൊട്ടി. ആരയാള് എന്നെ വിളിച്ച് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ ആൾക്ക് എന്നെ ധൈര്യം വന്നു? ലച്ചു സ്വയം പറഞ്ഞുകൊണ്ട് ബെഡിലേക്ക് ഇരുന്നു. ഇതിപ്പോ 1-2 വട്ടമല്ല, പലവട്ടായിട്ടാ എന്നെ വിളിച്ച് ഓരോന്ന് പറയുന്നത്.
പലവട്ടം ആരോടും പറയാതെ കളഞ്ഞതാ. ഇനി പറയാനിട്ട് കാര്യമില്ല. ഇതിപ്പോ തന്നെ ഏട്ടനെ അറിയിക്കണം. ഇല്ലെങ്കിൽ ഇനി അയാൾ ഇതുപോലെ ഓരോന്ന് വിളിച്ചു പറയും. സ്വയം പറഞ്ഞുകൊണ്ട് അവൾ കാർത്തിയെ വിളിക്കാൻ ഫോൺ നോക്കിയതും അത് ബെഡിൽ കാണാത്ത കണ്ട് അവിടെ മുഴുവൻ നോക്കാൻ തുടങ്ങി. അവസാനം കട്ടിലിനടിയിൽ പൊട്ടിക്കിടക്കുന്ന ഫോൺ കണ്ട് അവൾ അത് കയ്യിലെടുത്തു. ഇത് പൊട്ടിയല്ലോ, ഇനി എങ്ങനെ ഏട്ടനെ വിളിക്കും? അത് പറഞ്ഞ് ഫോൺ ശരിയാക്കാൻ നോക്കി. ഫോൺ ഓൺ ആയതുകൊണ്ട് അവൾ സന്തോഷത്തോടെ കാർത്തികിന്റെ നമ്പർ എടുത്ത് ഡയൽ ചെയ്തു. അത് സ്വിച്ച് ഓഫ് എന്ന് കേട്ടതും ലച്ചു നിരാശയോടെ ഫോൺ താഴേക്ക് വെച്ച് താടിക്ക് കൈയും കൊടുത്തിരുന്നു. ഇതേ സമയം ബാറിൽ മദ്യപിച്ച് സ്വഭാവമില്ലാതിരിക്കുകയായിരുന്നു കാർത്തിക്. സന്ദീപ് അവന്റെ ഫോണിൽ ആരോടോ നാവ് കുഴഞ്ഞ് സംസാരിക്കുകയാണ്. അഖിള്, ഇവരെ ആഗ്രഹം പറഞ്ഞോടാ ഞാനും വന്നേ. എന്തായാലും നാളെ തൊട്ട് ഇവന് സ്വർഗം കിട്ടാൻ പോവല്ലേ, ഇവന്റെ ഒരു യോഗം. സന്ദീപ് ഫോണിൽ കൂടി എന്തൊക്കെയോ പറയുന്നതായിട്ട് കാർത്തിക് തലമുക്കി അവനെ നോക്കി. ഏതവനാടാ ഇതൊക്കെ ചോദിക്കാൻ നിന്നെ വിളിക്കുന്നേ? എടാ, ഇത് നിന്റെ തന്തപിടിയാ? മോനെ കാണാണ്ട് പുന്നാര തന്ത വിളിച്ചടാ നിന്നെ. സന്ദീപ് ഫോൺ അവന് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു. കാർത്തിക് ഫോൺ വാങ്ങി ചെവിയോട് ചേർത്ത് വെച്ചു. അവളെ മോഹിപ്പിച്ച് എന്നെ ഞങ്ങൾ കൊല്ലുക. അവളോട് റെഡി ആയിട്ടിരിക്കാൻ പറ. ഇന്ന് ഞങ്ങളാ ഫസ്റ്റ് നൈറ്റാ. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഇനി അവളെ വീടില്ല ഞാൻ. അവൻ ബോധമില്ല പറയുന്ന കേട്ടോ. അപ്പുറത്ത് അവൻ്റെ അച്ഛൻ പല്ലു അടിച്ചു. നീ ഈ കോലത്തിന് നിന്ന് ഇവിടേക്ക് വരണ്ട, ഗസ്റ്റ് ഹൗസിലേക്ക് പോയിക്കോ. ഞാൻ വണ്ടി പറഞ്ഞു വിട്ടോളാം. നിങ്ങളൊക്കെ ആരെയായി പേടിക്കുന്നേ? അവളെയോ അതവളെ തന്തപ്പിടിയെയോ? അവർക്കൊന്നും ചെയ്യാനാവില്ല. നാളെ എൻ്റെ അവിടെയും കല്യാണം. ഇനിയിപ്പോൾ എന്നെ പറ്റി അറിഞ്ഞാലും ഒന്നുമില്ല എനിക്ക്. കാരണം അവൾക്ക് എന്നെ അസ്ഥിക്ക് പിടിച്ചിരിക്കുക. കല്യാണം കഴിഞ്ഞിട്ടില്ല, അതുകൂടി നീ ഓർത്തു. നിനക്ക് ഇങ്ങനെയൊക്കെ ദുഷിയിലുണ്ടെന്ന് അവൾ അറിഞ്ഞാ മറ്റൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും നാളെ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ കോലത്തിന് ഇങ്ങോട്ട് വരണ്ട, കേട്ടല്ലോ? ആയിക്കോട്ടെ, അടിയൻ അനുസരിച്ചിരിക്കുന്നു. നാളെ തൊട്ട് ഇനി ആരിനെ തടയാൻ പറ്റില്ലല്ലോ, അത് മതി. അതും പറഞ്ഞ് ആ ഫോൺ മുന്നിലെ ടേബിൾ വെച്ചു. ഗ്ലാസ്സിൽ വീണ്ടും മദ്യം പകർന്ന് കുടിച്ചു. രണ്ടുപേരും വഴിക്കായതും ശങ്കർ വിട്ട ആൾക്കാർ വന്ന് സന്ദീപിനെയും കാർത്തിയെയും താങ്ങിയെടുത്ത് ഗസ്റ്റ് ഹൗസിലേക്ക് കൊണ്ടുപോയി. അവനെ എങ്ങോട്ടാ പോയത് ചേട്ടാ ഈ രാത്രി തന്നെ? ഗൗരി ശങ്കറിന്റെ അടുത്തേക്ക് ഒന്ന് ചോദിച്ചു. നിന്റെ മോനെ ഇന്നൊരു ദിവസം അവനെ തനിക്കണോ പുറത്തെടുക്കാതിരിക്കാൻ പറ്റില്ലേ? അയാൾ ദേഷ്യപ്പെട്ട് അവരോട് ചോദിച്ചു. എന്തു പറ്റി അതിനു വേണ്ടി? മൂക്കറ്റം വലിച്ചു കയറ്റി ബാറിലായിരുന്നു ഇത്രയും നേരം. ഇതൊക്കെ ഇവിടെയുള്ള ബാക്കി ആൾക്കാർ അറിഞ്ഞാൽ എന്താവും സംഭവിക്കുന്നതെന്ന് ഞാൻ പറയാതെ അവൻ അറിയാവുന്ന. ലച്ചുവെങ്ങാനും ആ കോലത്തിൽ അവനെ കണ്ട അവൻ അവളോട് എങ്ങനെ പെരുമാറുന്ന പോലും അറിയില്ല. അവൻ തന്നെ എല്ലാവരോടും വിളിച്ചു പറയും. ഇതുവരെ കൊണ്ടെത്തിച്ച് വെറുതെ ആവും. ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഏട്ടാ? അവന് ആ കോലത്തിൽ കയറി വരുമോ? ഗൗരി പരിഭ്രമത്തോടെ ചോദിച്ചു. ഇല്ല, അവന് തൽക്കാലം ഞാനിവിടുന്ന് മാറ്റിയിട്ടുണ്ട്. കൂടെ അവൻ്റെ ആത്മാർത്ഥ കൂട്ടുകാരനുണ്ട്. രണ്ടും കണക്കാ. അവൻ്റെ കല്യാണ ദിവസമായിട്ട് ഇവിടെ വെച്ച് പറ്റായിട്ടല്ല ഏട്ടാ പുറത്തു പോയി കുടിക്കുന്നത്. എന്തായാലും ഇവിടെ വെച്ച് കാണിച്ചില്ലല്ലോ അവൻ. അതിന് അവനെ നല്ല പറയുന്നവനെ കുറ്റപ്പെടുത്തുവാണോ? ഗൗരി പറഞ്ഞു. ശങ്കർ അവരെ തുറിച്ചു നോക്കിക്കൊണ്ട് റൂമിലേക്ക് കയറിപ്പോയി. വണ്ടി എടുത്ത എന്നെ പിടിച്ചുകൊണ്ടാ നീയൊക്കെ ആരാടാ? വണ്ടിയിലിരുന്ന് കാർത്തി ദേഷ്യത്തിൽ ചോദിച്ചു. സാറ് ഞങ്ങൾ ശങ്കർ സാറിൻ്റെ ആൾക്കാരാ. സാറിനെയും കൂട്ടുകാരനെയും ഗസ്റ്റ് ഹൗസിലാക്കാൻ പറഞ്ഞിട്ടാ ഞങ്ങളെ. നിങ്ങൾ രണ്ടും നല്ലോണം കുടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നാളെ വീട്ടിലേക്ക് ചെന്നാൽ മതി എന്ന് പറഞ്ഞു. എന്നോട് എൻ്റെ വീട്ടിൽ കയറണമെന്ന് പറയാൻ നീയൊക്കെ ആരടാ പട്ടിക്കഴുവരുടെ മോനെ? വണ്ടി വീട്ടിലേക്കുള്ള പന്നി. ഇല്ലെങ്കിൽ എല്ലാത്തിനെയും ചവിട്ടി പുറത്തെറിയും ഞാൻ, അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. സൗണ്ട് കേട്ട് സന്ദീപ് തലപൊക്കി നോക്കി. അതന്നെ, വണ്ടി വീട്ടിലേക്കുള്ളോ. ഞങ്ങളതാ വഴിപോക്കലൊന്നല്ല. ആരേടാ കാർത്തി? അവൻ കുഴഞ്ഞുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് കാർത്തി തലകുലുക്കി. സാറ് ഞങ്ങളോട് പറഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരരുതെന്നാ. അത് തെറ്റിച്ചു കൊണ്ടുപോയ ശങ്കർ സാറ് ഞങ്ങൾ വെറുതെ വിടില്ല. ഇങ്ങോട്ട് പഠിപ്പിക്കണ്ട, മനസ്സിലായോ? അങ്ങോട്ട് പറയുന്ന കേട്ടാ മതി. അവൻ പറയുന്ന പോലെ ചേടാ പട്ടി. ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കും. നിങ്ങൾ കേൾക്കും, ഞങ്ങൾ പറയും. വണ്ടി വീട്ടിലോട്ടാ. കാർത്തിക് അലറിയതും ഡ്രൈവർ വണ്ടി നേരെ വീട്ടിലേക്ക് വിട്ടു. കാർത്തിക മനസ്സിൽ ലച്ചുവിനെ സ്വന്തമാക്കുന്ന സ്വപ്നം കണ്ട് ചാരിക്കിടന്നു. സന്ദീപ് അപ്പോഴേക്ക് ഉറങ്ങിപ്പോയിരുന്നു. വണ്ടി വീടിന്റെ അടുത്തായി നിർത്തി ബാക്കിയുള്ളവർ പരസ്പരം നോക്കി. സാറേ, ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? വണ്ടിയിൽ നിന്നൊരാൾ ചോദിച്ചും കാർത്തിക് കണ്ണൂർന്ന് അവന്മാരെ നോക്കിയിട്ട് ചിരിച്ചു. ഏത് നിങ്ങൾ പോക്കോ, ബാക്കി ഞാൻ ചെയ്തോളാം. വശ്യമായി ചിരിച്ചുകൊണ്ടവൻ പറഞ്ഞു. സന്ദീപിനെ തട്ടി വിളിച്ചിട്ട് എഴുന്നേൽക്കാത്ത കണ്ട് കാർത്തിക് അവന്റെ തലയിൽ കൂടി വെള്ളമൊഴിച്ചതും സന്ദീപ് പാതിബോധത്തിൽ എഴുന്നേറ്റ് അവന്റെ കൂടെ നടന്നു. പെട്ടെന്ന് ആരെയോ കണ്ട് രണ്ടുപേരും നിന്നു. വേടാ നിന്റെ തന്ത, ഇത്ര പെട്ടെന്ന് അങ്കിളോടെ എത്തിയ? സന്ദീപ് കണ്ണു തിരുമ്മിക്കൊണ്ട് ചോദിച്ചു. അയാൾ കരണം പോച്ച് അവൻ അടിച്ചു ഒന്നിച്ചായിരുന്നു. കിട്ടിയടിയിൽ സന്ദീപ് താഴേക്ക് വീണു. എന്റെ കൂട്ടുകാരനെ അടിക്കാൻ അച്ഛനെന്താ അവകാശം? ഇവനെ തൊട്ട തന്നേണം നോക്കില്ല ഞാൻ.
ഇനി നീ ഒരടി വെച്ച മകനാണെന്ന് ഞാനും നോക്കില്ല. ഈ അടി നിനക്കുള്ളതാ. ഈ ദിവസം തന്നെ ഇങ്ങനെ ഒരു കോലത്തിൽ ഇവിടെ വന്ന് കേറാൻ പോയതിന് ഇവനെ നിന്റെ കൂടെ നടക്കാൻ പോലും ഞാൻ സമ്മതിക്കുന്ന നിന്റെ സുരക്ഷിതത്വം മാത്രം നോക്കിയാ അവനും ഈ കോലത്തിൽ. അത് കേട്ടും കാർത്തിക് പുച്ഛിച്ച് കാണിച്ചു. ഒറ്റയ്ക്ക് നടക്കാൻ എനിക്ക് പേടിയില്ല. ഒരു സഹായിയുടെ ആവശ്യം എനിക്കില്ല. എൻ്റെ കൂട്ടുകാരനെ നിങ്ങൾക്ക് വേലക്കാരനാക്കാനല്ല ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നത്. ഒരക്ഷരം നീ മിണ്ടിപ്പോരുത്. തിരിച്ചു പോകാൻ നോക്ക്. അകത്തുള്ളവരെ കൂടി അറിയിക്കാതെ പോടാ. നാളെ സമയമാകുമ്പോൾ ഇവിടെ കണ്ടാൽ മതി രണ്ടും. ഇല്ലെങ്കിൽ കണ്ടുകൂട്ടിയ മോഹൻലായി ഒരൊറ്റ രാത്രി കൊണ്ട് ഉപേക്ഷിക്കാൻ തയ്യാറായിക്കോ. ശങ്കർ കാർത്തിയുടെ ദേഹത്ത് തള്ളിക്കൊണ്ട് പറഞ്ഞ് അവൻ ദേഷ്യം കടിച്ചു പിടിച്ച അയാളെ നോക്കി. ശങ്കർ തിരിച്ചു പോയതും കാർത്തി ദേഷ്യത്തിൽ അയാളെ നോക്കി. വാടാ, ഇനി നാളെ വരാം. അതെനിക്ക് നല്ലു. നിന്റെ തന്തയുടെ കയ്യിൽ നിന്ന് എനിക്ക് വയ്യ. തന്തയായതുകൊണ്ട് മാത്രം വെറുതെ വിടുന്ന വേടാ. അതും പറഞ്ഞ് കാർത്തി നടന്നു സന്ദീപ് അവന്റെ പുറകെ വെച്ച് പിടിച്ചു. വിളിച്ച് വീണ്ടും അവനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴും സ്വിച്ച് ഓഫ് തന്നെയായിരുന്നു. അവൾ ഫോൺ വെച്ച് കയറി കിടന്നു. പെട്ടെന്ന് ഫോണിലേക്ക് കോൾ വരുന്ന കണ്ട് കയ്യെത്തിച്ച് ഫോൺ എടുത്തു. പരിചയമില്ലാത്ത നമ്പർ കണ്ട് അവൾ എടുക്കാനൊന്നും മടിച്ചു. വീണ്ടും കോൾ വരുന്ന കണ്ട് അവസാനം അവൾ എടുത്തു. ആരാ? ലജു, ഇത് ഞാനാ കാർത്തിക്. ഏട്ടനോ? ഏട്ടന്റെ സൗണ്ട് എന്തൊരു വല്ലായ്മ. അല്ല, ഇതേത് ഈ നമ്പര്? അത് പിന്നെ മഞ്ഞുകൊണ്ടിട്ടാവും. എൻ്റെ ഫോണ് കാണാനിടോ. തിരക്കിൻ്റെ ഇടയിൽ എവിടെയോ വെച്ചു. ഇപ്പൊ എവിടെയാണെന്നൊരു പിടിയിട്ടുന്നില്ല. ഇതൊരു കൂട്ടുകാരൻ്റെ ഫോണാ. നിനക്കൊരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട് ഞാൻ. അതിനുവേണ്ടി ഞാൻ പെട്ടെന്ന് പോകുന്നു. നീ ആരും അറിയാ വണ്ടി എടുത്ത് ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോവാ. അയ്യോട്ടൻ, ഞാൻ ഈ ഒറ്റയ്ക്ക് രാത്രി എങ്ങനെ വരാനാ? എനിക്ക് പേടിയാ. പേടിക്കൊന്നും വേണ്ട, ഞാനല്ലേ പറയുന്നേ. താഴെ ആക്റ്റീവ് ഇരിപ്പുണ്ട്. നീ ആരും കാണാതെ എടുത്തു വാ. ഞാൻ ആ പരിസരത്തന്നെ ഉണ്ട്. നിന്റെ പുറകെ ഞാനുണ്ടാവും. പേടിക്കണ്ട. തൽക്കാലം നമ്മുടെ സർപ്രൈസ് ആരും അറിയണ്ട. ആരും പറഞ്ഞു. അവളതിന് മൂളിക്കൊണ്ട് വണ്ടിയുടെ കീയും എടുത്ത് ആരും കാണാതെ പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും കിടക്കാൻ പോയതുകൊണ്ട് പുറത്താരും ഉണ്ടായിരുന്നില്ല. ലച്ചു വണ്ടിയെടുത്ത് റോഡിലേക്ക് ഇറങ്ങിയതും അവളെ ആരോ ഫോളോ ചെയ്യുന്നവർ തോന്നിയതും അവൾക്ക് വല്ലാത്ത പേടി തോന്നി. ഞാൻ ആ പരിസരത്തന്നെ ഉണ്ട്. നിന്റെ പുറകെ ഞാനുണ്ടാവും. കാർത്തിക് പറഞ്ഞ അവൾ ഓർത്തു. അവനാവുമെന്ന ധൈര്യത്തിൽ അവൾ വണ്ടി മുന്നോട്ടെടുത്തു. വണ്ടി ഗസ്റ്റ് ഹൗസിന് മുമ്പിൽ കൊണ്ട് നിർത്തി ലച്ചു ചുറ്റും നോക്കി. സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ ഇവിടെ. അവൾ സംശയത്തോടെ നിന്നോ പെട്ടെന്ന് ഫോണിലേക്ക് കോൾ വന്നു. മടിച്ചിരിക്കാതെ അകത്തേക്ക് വാ. സർപ്രൈസ് ഉള്ളിലാ. ഫോണിൽ കൂടി സൗണ്ട് കേട്ടത് അവൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. ഡോറ് ചാരിയതുകൊണ്ട് അവൾ അത് തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അവിടെയെങ്കിലും ആരെയും കാണാത്ത കണ്ട് അവൾ അകത്ത് മുഴുവൻ നോക്കാൻ തുടങ്ങി. ഉള്ളിലെ മുറിയിൽ നിന്ന് അടക്കി പിടിച്ച സൗണ്ട് കേൾക്കുന്ന കേട്ട് അവൾ അവിടേക്ക് നടന്നു. മുന്നിലെ കാഴ്ച കണ്ടത് ലച്ചു വിശ്വസിക്കാനാവാതെ, ശ്വാസമെടുക്കാൻ പോലും ആവാതെ ശില പോലെ ഞെട്ടിത്തരിച്ച് നിന്നു. മറ്റൊരു പെണ്ണിനെ പുറന്നു നിൽക്കുന്ന കാർത്തിയെ കണ്ടതും ലച്ചു കണ്ട് സത്യമാവരുതി എന്ന പ്രാർത്ഥനയിൽ അത് കാണാനാവാതെ ഭിത്തിയിലേക്ക് ചാരി നിന്നു. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകി. ഹൃദയം നിലച്ച പോലെ നിമിഷം അവൾക്ക് തോന്നി. അവന്റെ ജീവിതത്തിൽ ആദ്യത്തെ പെണ്ണല്ല നീ. ലച്ചു ഫോണിൽ കൂടി അയാൾ പറഞ്ഞതും അവളുടെ മനസ്സിലേക്ക് കടന്നു വന്നു. അവൾക്ക് തലപെരുകുന്ന പോലെ തോന്നി. കാർത്തി, ഇന്നുകൂടിയില്ലേ നിനക്കെന്റെ ആവശ്യമുള്ളൂ. നാളെ മുതൽ എനിക്ക് പകരം അവളല്ലേ ആ നക്ഷത്ര. സ്റ്റോപ്പ് ഇറ്റ് ഗംഗ. കാർത്തിക് അവനെ പുറം നിൽക്കുന്ന ഗംഗയുടെ ചുണ്ടിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ഗംഗ അവന്റെ കൂടെ വിദേശത്തുണ്ടായിരുന്ന ഫ്രണ്ടാണ്. ഹോസ്റ്റൽ ലൈഫും അടുത്തപ്പോൾ കാർത്തികിന്റെ കൂടെ കൂടിയതാണ് അവൾ. അവന്റെ ആഗ്രഹം നിറവേറ്റാൻ മാത്രം ഒരു ഫ്രണ്ട്. അതിന് കൂലിയായ അക്കൗണ്ട് നിറയെ അവൻ നൽകുന്ന പണവും. എത്ര എണ്ണ അവളെ പോലെ വന്നാലും എന്നെ തൃപ്തനാക്കാൻ നിനക്ക് മാത്രമേ കഴിയൂ. കല്യാണം കഴിഞ്ഞ് നമുക്ക് ഇതുപോലെ കൂടണം. അതിനൊന്നും അവളൊരു തടസ്സമല്ല. അതിന് അവൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അവളുടെ സമ്മതമാകാൻ ഞാൻ അവളുടെ അടിമയല്ല. നാളെ മുതൽ അവളുടെ സ്ഥാനം എൻ്റെ കാൽ ചുവട്ടിലാവും. അതും എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊണ്ട് മാത്രം. എന്നെ വല്ലാതെ കൊതിപ്പിച്ചത് അവളുടെ ശരീരം മാത്രമാണ്. ഞാൻ അനുഭവിച്ച പെൺകുട്ടികളിൽ നിന്നൊരു വ്യത്യസ്തത അവൾക്കുണ്ട്. അതുതന്നെയാ എന്നെ അവളിലേക്ക് അടുപ്പിക്കുന്നത്. സത്യത്തിൽ അവളൊരു പൊട്ടിയല്ലേ? എന്നാലും നിന്നെ ഞാൻ സമ്മതിച്ചു. എത്ര പെട്ടെന്നാ നീ നിന്റെ ഉദ്ദേശം ട്രാക്കിലെത്തിച്ച്? നീ പറഞ്ഞ സത്യ. അവിടെ നിന്ന് മടങ്ങി വീട്ടിൽ നിന്നവരെ അവളോട് എനിക്ക് വെറുപ്പ് മാത്രമായിരുന്നു. എൻ്റെ ഉള്ളിൽ ലക്ഷ്യം അച്ഛനും അമ്മയും പറഞ്ഞ പോലെ അവളെ കെട്ടി അവളുടെ പേരുള്ള സ്വത്ത് മാത്രമായിരുന്നു. പക്ഷെ ആദ്യമായി കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി അവൾ ഒരുപാട് വളർന്നുപോയി. ആരെയും കൊതിപ്പിക്കുന്ന അവളുടെ ആ സൗന്ദര്യം തന്നെ എന്നെ കീഴ്പ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെയാ അത്രയും നാളെ തോന്നാത്തൊരു ഇഷ്ടം അന്ന് മുതൽ അവൾക്ക് മുമ്പിൽ ഒരു മറുതീർത്തി ഞാൻ ഭംഗിയായിട്ട് അഭിനയിച്ച് എൻ്റെ സ്നേഹം സത്യമാണെന്ന് ഒരു സ്വപ്നം കണ്ട് ഉറങ്ങുന്നുണ്ടാവും അവളവിടെ. അവൾക്കറിയില്ല ഈ കാർത്തിക സത്യത്തിൽ ആരാണെന്നും എന്താണെന്നും. നാളെ മുതൽ കാണാൻ പോകുന്നേ ഉള്ളൂ അവള്. അവനൊരു വിജയശ്ശേരിയോടെ പറഞ്ഞു. പുറത്തുനിന്ന് ഇത് കേട്ടുകൊണ്ടിരുന്ന ലച്ചു അടിക്കുമേലടി എന്ന പോലെ ശില പോലെ നിന്നു. ആ ഒരു നിമിഷം മരണത്തെ പോലും അവൾ ആഗ്രഹിച്ചു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവൾ ഊർന്ന് തറയിലിരുന്നു. നീ എന്തൊക്കെ പറഞ്ഞാലും നാളെ മുതൽ അവൾ നിന്റെ തലയിലാവും, അതുറപ്പാ. ഗംഗ അവനുള്ള സിഗ് എടുത്തുകൊണ്ട് പറഞ്ഞു. തലയിലാവുന്ന പോലെ ഒഴിച്ചു കളയാൻ എനിക്കറിയാം.
എൻ്റെ ആവശ്യം മുഴുവൻ കഴിഞ്ഞാൽ അവളെ പിന്നെ സന്ദീപ് കൊണ്ടുപോയിക്കോളും. പിന്നെ അവൻ നോക്കിക്കോളും ബാക്കി. എവിടെയെങ്കിലും ആരുടെയെങ്കിലും കയ്യിൽ ഞെരിഞ്ഞ് തീരോളുടെ ജീവൻ. മറ്റുള്ളവർക്ക് മുമ്പിൽ അവളെ ഞാനൊരു മോശക്കാരിയാക്കി മാറ്റും. അത്രയ്ക്ക് വെറുപ്പുണ്ട് എനിക്ക് അവളോട്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല അത്. ഓർമ്മ വെച്ച നാളെ മുതൽ എൻ്റെ ഉള്ളിൽ കയറിക്കൂടിയതാ അത്. ഇത്രയും വെറുപ്പുണ്ടാവാൻ എന്താ കാരണം? പലവട്ടം ഞാൻ ചോദിച്ചപ്പോഴും നീ അതിന് ഒഴിഞ്ഞു മാറി. ഇന്നെങ്കിലും അത് എന്നോടൊന്ന് പറയും. അതെൻ്റെ കുടുംബക്കാരിയാ, നിന്നോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. നീ അതൊന്നും അന്വേഷിക്കുകയും വേണ്ട. നിനക്ക് കിട്ടാനുള്ള സമയം പോലെ നിന്റെ അക്കൗണ്ടിൽ എത്തിക്കോളും. ആ പണി മാത്രം ചെയ്താൽ മതി. കാർത്തിക് പറഞ്ഞു. ഗംഗാവനെ നോക്കി വശ്യമായി ചിരിച്ചു. ഓക്കെ ഞാൻ ചോദിച്ചെന്ന് മാത്രം. എന്തായാലും എൻ്റെ കാര്യത്തിൽ നീ പെർഫെക്റ്റ് ആണെന്ന് എനിക്ക് ഉറപ്പാ. എൻ്റെ ആവശ്യം നടന്നാൽ മതി എനിക്ക്. ആ, നീ ഇനി എന്നാ തിരിച്ചു പോന്ന്? എന്തിനാ? ഞാനിവിടുന്ന് പോയിട്ട് ആളെ വിട്ട് എന്നെ തട്ടാനാണോ? ഗംഗ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അത് കേട്ട് തന്നെ അവളുടെ താഴിൽ പിടിച്ചു വരുത്തിക്കൊണ്ട് പറഞ്ഞു. അതിനായിരുന്നെങ്കിൽ എനിക്ക് എന്നേ ആവായിരുന്നു. നിനക്ക് മുന്നേ ഞാൻ അയച്ചവർക്കൊപ്പം അതിലൊരാളായി മാറിയനെ നീ. നിന്നെക്കുറിച്ച് എനിക്കറിയാത്തല്ലേ, അതുകൊണ്ട് ഒരു ജോക്ക് പറഞ്ഞ. ഞാൻ നെക്സ്റ്റ് മന്ത് പോകും. അതിനു മുന്നേ നീ അവളെ കളയുന്ന കൂടി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവൂടാ. ആ സ്വത്ത് എൻ്റെ പേരിലേക്ക് മാറ്റിക്കുന്നവരെ അവളെൻ്റെ ഒപ്പം ഉണ്ടാവും. അതിനുശേഷം എൻ്റെ ലൈഫിൽ നിന്ന് ആ വീട്ടിൽ നിന്ന് പോലെയുള്ള പുറത്താ. കൂടെ അവളുടെ തന്തയും തള്ളയും. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.